വെൽക്കം ബാക്ക് ടു മമ്മാസ് ഡേ. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷമൊക്കെ ആയിട്ട് വന്നതാട്ടോ. രാവിലെ തന്നെ എണീറ്റപാട് മുറ്റൊക്കെ നടിച്ചൊരു 10 മണി മുല്ലിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയോ കിട്ടും. നിറച്ച് 10 മണി മുല്ല വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആകൊക്കെ ഒന്ന് അടിച്ചോരിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ തുടച്ചതാട്ടോ. ഒരു ദിവസം അടിച്ചോരിട്ടിട്ട് പിറ്റേ ദിവസം തുടക്കുക ചെയ്യാട്ടോ. രണ്ടും കൂടെ എനിക്കൊരു ദിവസം ഒന്നിച്ച് കഴിയില്ല. പണിക്കൊന്നും ഇപ്പോൾ ആരുമില്ല കേട്ടോ. അപ്പോൾ പണിക്കാർക്കൊക്കെ അടിമൂളൊന്നും തുടക്കലും അടിക്കലും പറ്റൂല എന്നെങ്ങാണ്ട് അവർക്ക് താഴെ മാത്രം വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അടിച്ചു വരിയിട്ട് നമ്മൾ കിടക്ക വിരിയൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു ദിവസം മുകളിലൊരു ദിവസമാണ് പണിക്കാർ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് മുകളിൽ തീരെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എടുക്കല കേട്ടോ. അപ്പോൾ അടിച്ചുവരലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നല്ല മുരിങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങ ഒന്ന് കുറഞ്ഞൊന്ന് വാടി വരട്ടെ. അപ്പോൾ അവിടെ ഒടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ മീൻ നന്നാക്കണം. മീൻ ഞാൻ അയിലയും പിന്നെ മത്തിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ചെറിയ അയിലയാണ്. അപ്പോൾ കുറച്ച് അയിലയും കുറച്ച് മത്തിയും കൂടെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ മത്തി അക്കൂന് ഇഷ്ടമല്ല, അയില പിന്നെ അക്കൂനും മത്തി ചിക്കുനല്ല ഇഷ്ടം കേട്ടോ. മത്തി മുരിങ്ങ താളിച്ചതും. അപ്പോൾ ഇന്ന് മുരിങ്ങ താളിപ്പും മത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മുരിങ്ങ താളിക്കാൻ വേണ്ടി. നമ്മൾ മീനൊക്കെ നന്നാക്കി മസാല കുഴച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പ് ചെറുതായിട്ട് കത്തുന്നു കേട്ടോ. അപ്പോൾ അടുപ്പൊന്ന് മാറ്റി കൊടുത്ത് ഞാൻ പിന്നെ മുരിങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലത് കേട്ടോ. നമുക്ക് ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളും മുളകും ഉപ്പും സുറുക്കിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ കൂട്ടി കുഴച്ച് വെച്ചതാട്ടോ നമ്മൾ മീൻ. പിന്നെ നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് മുരിങ്ങ താളിപ്പിൻ്റെ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ രാവിലെ അടിച്ചുമായിരുന്നു ഒക്കെ എടുക്കണം. ഇപ്പോൾ ചിക്കുവിന് സ്കൂളില്ലാത്തതുകൊണ്ട് ഫോണും എൻ്റെ കയ്യിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ചുവന്ന് വന്നപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുരിങ്ങയൊക്കെ ഒന്ന് ഊരിയെടുക്കണം. മുരിങ്ങ നമ്മൾ ഒരു മണിക്കൂർ നേരം വെക്കുകയാണെങ്കിൽ മുരിങ്ങ ഒന്ന് കുഴഞ്ഞ് വരും കേട്ടോ. അപ്പോൾ താളിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മീനൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്ന് മുരിങ്ങ ഊരി വന്നപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് പിന്നെ നമ്മളെ മുരിങ്ങൻ്റെ കഞ്ഞിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കുവാണ് മുരിങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓനക്ക് ഞാൻ ഇട്ട് കൊടുക്കുക കാരണം എങ്ങാണ്ട് ഓനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങ ഇട്ടിട്ട് 4 മിനിറ്റ് നേരമൊക്കെ ഒന്ന് തിളച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുരിങ്ങൻ്റെ ഇല വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം വെന്ത് ഞാൻ മുരിങ്ങ മാങ്ങിയെടുത്തിട്ടുണ്ട്. ഇവിടെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇപ്പം ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്തോളിട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത മീനും കൂടെ അതുപോലെ അങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങ താളിപ്പ് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്, കുറച്ച് പരിപ്പ് കറി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചക്കക്കൂട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കുവിന് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവനക്ക് വിളമ്പി കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.